സംഭവബഹുലമായ കന്നി പോരാട്ടത്തിന് പിന്നാലെ ലോക ഫുട്ബോൾ ആരാധകർ വൻ ആവേശത്തിലാണ്. കളി അങ്ങ് അമേരിക്കയിലാണെങ്കിലും ഇങ്ങ് കേരളത്തിൽ വരെ അതിന്റെ ആവേശം കൊടുമുടിയിലാണ്. നോക്കാം ഗോൾ ആരവം. ലോകകപ്പ് ഫുട്ബോളിന്റെ ആദ്യ മത്സരത്തിൽ മെക്സിക്കോ വിജയികളായി. 2-0 മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ വിശദീകരണങ്ങളുമായി വേൾഡ് കപ്പ് വേദിയിൽ നിന്നും ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങനെ നാം എല്ലാവരും കാത്തിരുന്ന വേൾഡ് കപ്പിലെ ആദ്യ മത്സരം, ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളും കാത്തിരുന്ന വേൾഡ് കപ്പിലെ ആദ്യ മത്സരം കഴിഞ്ഞിരിക്കുന്നു. അതെ, മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ഉദ്ഘാടന മത്സരം അസത്തേക്ക എസ്റ്റാഡിയോ എന്ന് പറഞ്ഞ മെക്സിക്കോയിലെ 80,000-ലധികം കാണികളെ സാക്ഷി നിർത്തി അസത്തേക്ക എസ്റ്റാഡിയോയിൽ വെച്ച് ദക്ഷിണാഫ്രിക്കയെ 2-0 മെക്സിക്കോ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഉദ്ഘാടന മത്സരത്തിൽ ആദ്യ ഗോൾ കരസ്ഥമാക്കിയത് മെക്സിക്കൻ താരം ജൂലിയൻ കിനീനസ്. 9-ാം മിനിറ്റിൽ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ ആൻഡ് ഡിഫൻസിൽ വന്ന ഒരു പിഴവിൽ അതിമനോഹരമായി ബോൾ തട്ടിയെടുക്കുകയും എറിക് ലീക്ക എന്ന യുവതാരം, മെക്സിക്കോയുടെ എറിക് ലീക്ക എന്ന യുവതാരം അതിമനോഹരമായി പന്ത് തട്ടിയെടുക്കുകയും കിനീസിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു അസിസ്റ്റ് നൽകുകയാണ് ഉണ്ടായത്. കിനീസ് അതിമനോഹരമായി തന്നെ നല്ലൊരു ഗോൾ എന്ന് പറയാം, നല്ലൊരു ഷോട്ട് തന്നെ എന്ന് പറയാം. കിനീസ് അത് അതിമനോഹരമായി വലയിലെത്തിക്കുകയും ചെയ്തു. അതുകൂടാതെ രണ്ടാം ഗോൾ നേടിയത് 67-ാം മിനിറ്റിലായിരുന്നു. രണ്ടാം ഗോൾ പിറന്നത് 67-ാം മിനിറ്റിൽ ഫുൾഹാമിന് വേണ്ടി കളിക്കുന്ന അവരുടെ സൂപ്പർ താരം, മെക്സിക്കോയുടെ മറ്റൊരു സൂപ്പർ താരം റൗൾ ഹിമിനസ് ഒരു തകർപ്പൻ ഹെഡറിലൂടെ രണ്ടാം ഗോൾ 67-ാം മിനിറ്റിൽ കണ്ടെത്തുകയും ചെയ്തു. വേറൊരു കൗതുകരമായ കാര്യം ഈ മത്സരത്തിൽ നടന്നത് എന്തെന്ന് വെച്ചാൽ, ഗോളുകളേക്കാൾ കൂടുതൽ റെഡ് കാർഡ് ഫുട്ബോളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഗോളുകളേക്കാൾ കൂടുതൽ റെഡ് കാർഡുകൾ കണ്ട ഒരു മത്സരം. വേൾഡ് കപ്പിലെ ആദ്യ മത്സരം തന്നെ ആ ഒരു അപൂർവതയ്ക്കും നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റി. ബ്രസീലിയൻ റഫറി ഹാമിൽട്ടൺ സാംബിയാണ് മത്സരം നിയന്ത്രിച്ചത്. അദ്ദേഹം 3 റെഡ് കാർഡുകളാണ് ഇന്നത്തെ മത്സരത്തിൽ 3 റെഡ് കാർഡുകൾ അദ്ദേഹം കാണിച്ചു. 49 മിനിറ്റിൽ ബ്രെയിൻ ഗുത്തേറസിനെ ഒറ്റയ്ക്ക് പന്തുമായി ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി പോകുന്ന മെക്സിക്കൻ താരം ബ്രെയിൻ ഗുത്തിമെറസിനെ അവരുടെ സീത്തോളി എന്ന താരം 40 മിനിറ്റ് ഫൗൾ ചെയ്യുകയും അത് ഒരു ഫ്രീ കിക്ക് നൽകുകയും, അതുകൂടാതെ ഒരു 1v1 സിറ്റുവേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, അതുകൂടാണ്ട് 1v1 സിറ്റുവേഷൻ ആയതുകൊണ്ട് സീത്തോളിയെ റെഡ് കാർഡ് കാണിക്കുകയും ഇവിടെ 40 മിനിറ്റ്. അതുകൂടാതെ അവരുടെ സ്വാനയ്ക്ക് 81 മിനിറ്റിൽ സ്വാനെ എന്ന ദക്ഷിണാഫ്രിക്കൻ പ്ലെയറിന് 83 മിനിറ്റിൽ സ്വാനയ്ക്കും റെഡ് കാർഡ് കൊടുത്തു. അവസാനം 90 മിനിറ്റിൽ മെക്സിക്കൻ താരമായ സീസർ മൊണ്ടസിനും സാംബിയോ റെഡ് കാർഡ് കൊടുക്കുകയുണ്ടായി. മൊത്തത്തിൽ കളിയുടെ മൊത്തം വിശദീകരണം എടുത്താൽ ഒരു തരത്തിൽ പോലും ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു തരത്തിൽ പോലും മെക്സിക്കോക്കെതിരെ ആധികാരികത നേടാൻ കഴിഞ്ഞിട്ടില്ല. ഷോട്ടുകളുടെ കാര്യം എടുത്താൽ തന്നെ മെക്സിക്കോ 16 ഷോട്ടുകൾ ശ്രമിച്ചപ്പോൾ വെറും 3 ഷോട്ടുകൾ മാത്രമാണ് ദക്ഷിണാഫ്രിക്ക ശ്രമിച്ചത്. 3 ഷോട്ടുകൾ ലക്ഷ്യത്തിലേക്ക് മെക്സിക്കോ 4 ഷോട്ടുകൾ തൊടുത്തപ്പോൾ ദക്ഷിണാഫ്രിക്ക വെറും 2 ഷോട്ടുകളാണ് ലക്ഷ്യത്തിലേക്ക് തൊടുത്തത്. ബോൾ പൊസിഷനിന്റെ കാര്യത്തിൽ മെക്സിക്കോ 60% കൂടുതൽ ശതമാനം മെക്സിക്കോ ബോൾ കൈവശം വെച്ചപ്പോൾ ദക്ഷിണാഫ്രിക്ക 39% മാത്രമാണ് ഇന്നത്തെ മത്സരത്തിൽ ബോൾ കൈവശം വെച്ചത്. എന്തു തന്നെയായാലും അതിമനോഹരമായ ഈ ആദ്യ മത്സരത്തിൽ, വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ അങ്ങനെ മെക്സിക്കോ വിജയം കൈവച്ചിരിക്കുന്നു. ഇന്ന് രണ്ടാമത്തെ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണ കൊറിയയെ നേടും. നമ്മുടെ അയൽരാജ്യമായ, നമ്മുടെ ഏഷ്യൻ രാജ്യമായ സൗത്ത് കൊറിയയും അതേ കണക്ക് ചെക്ക് റിപ്പബ്ലിക്കുമാണ് അടുത്ത മത്സരം.